എൻ്റെ പേര് രതിക. ഞാൻ നിതിൻസ് RM ട്രെയിനിങ്ങിലെ ഓൺലൈൻ റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റാണ്. DHA ആയിരുന്നു ഞാൻ ഇവിടെ നിന്ന് നോക്കിയിരുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ DHAക്ക് പാസ്സാവാൻ പറ്റി. ഞാൻ ഇതിന് കയറുന്ന സമയത്ത് എനിക്ക് തന്നെ കൊടുക്കുന്നൊരു ടാസ്ക്കായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ പഠിക്കലൊന്നും അത്ര സാധ്യമാവില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം പഠിക്കാനാണെങ്കിലും കുറേ സമയം വേണം, അതിന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ പറ്റുമോ എന്നുള്ള ചിന്ത എനിക്ക് ഒരുപാട് കൂടുതലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് സാറിനെ അപ്രോച്ച് ചെയ്യുന്നത്. സാറിനെ വിളിച്ച സമയത്ത് സാറ് പറഞ്ഞിരുന്നു DHA ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരുവിധം എല്ലാവരും പാസ്സാവുമെന്ന്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഒരു പ്രതീക്ഷ എൻ്റെ ഉണ്ടായിരുന്നില്ല. എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറ്റുമോ എന്നുള്ള ഭാഗത്തു നിന്നും ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചാൽ എനിക്ക് പറ്റും എന്നുള്ള ലെവലിലേക്ക് എത്തിത്തുടങ്ങി. പിന്നെ സാറിൻ്റെ ഓരോ മോട്ടിവേഷനും, സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ്, സാറിൻ്റെ ട്രിക്കുകൾ, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഓരോ സമയത്ത് പലപ്പോഴും അതൊക്കെ മനസ്സിലേക്ക് കൂടുതൽ പതിയുന്ന കാരണം കൊണ്ടുകൂടിയാണ് കേട്ടോ ഞാൻ പാസ്സാവാൻ മെയിനായിട്ടുള്ള റീസൺ. എനിക്കിപ്പോഴും എന്താ പറയുക, സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത് വാക്കുകൊണ്ട് ഒരിക്കലും ഇതാവാൻ പറ്റില്ല എന്നും അറിയാം. കാരണം എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. എവിടെ എത്താൻ പറ്റില്ല ഉള്ളൊരു ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്നൊരു ഇത് വന്നത് ഇതിൽ കയറിയതിന് ശേഷം തന്നെയാണ്. കുഞ്ഞുണ്ടെങ്കിലും നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ പറ്റും എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമുണ്ട്. പിന്നെ സാറിൻ്റെ ഒരു ഹെൽപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. സാർ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇങ്ങനെയൊക്കെ കിട്ടുക എന്നുള്ള ഓരോ ലെവലിൽ ഓരോ സാറിന് അറിയാം. നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ക്ലാസ് ഓരോ ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞ് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ മോക്ക് ടെസ്റ്റിൽ കിട്ടുന്ന നമ്മുടെ മാർക്കിനനുസരിച്ച് സാറിന് നമുക്ക് ഏകദേശം നമുക്ക് എത്രത്തോളം കുറവുണ്ട്, എത്രത്തോളം കൂടുതലുണ്ട്, അവർക്ക് എത്രത്തോളം പ്രാക്ടീസ് വേണം എന്നുള്ളതൊക്കെ സാറിന് ഏകദേശം മനസ്സിലാവും. സാറത് എല്ലാ രീതിയിലും നമുക്കത് പറഞ്ഞു തരും. പിന്നെ ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹവും സാറും തന്നെയാണ്. കാരണം സാറ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് വയ്ക്കും. നമുക്ക് ഡ്രൈ സബ്ജക്റ്റ് പോലും, എനിക്ക് BSc നഴ്സിംഗിൽ ഒരുപാട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പോലും ഇതിൽ കയറുമ്പോൾ അതുകൂടി പഠിക്കണ്ടേ എന്നുള്ള ലെവലായിരുന്നു സാറ് നാളെ ഇന്ന ഭാഗമാട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ ആ ഡ്രൈ സബ്ജക്റ്റെല്ലാം നമുക്ക് ഫേവറേറ്റ് ആക്കി തരുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ഓരോ ക്ലാസ്സും. അത് ആ രീതിക്ക് തന്നെ പോയി. പിന്നെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും സാറ് പറഞ്ഞു തരുന്ന ട്രിക്കും കാര്യങ്ങളും വെച്ച് തന്നെയാണ് കൂടുതലും നോക്കിയിരുന്നത്. നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റ് എക്സാം കഴിയുമ്പോഴും നമുക്ക് എന്തെങ്കിലും പറ്റും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ എത്തും. ആ ഒരു ചിന്ത വഴി നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു വിജയം അതെനിക്കൊരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം എനിക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു ലെവലിൽ നിന്നിരുന്ന എനിക്ക് കിട്ടും എന്നുള്ളത് ഇതിന് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം സാർ അത്രയ്ക്ക് സപ്പോർട്ടാണ്. സാറിൻ്റെ ക്ലാസ്സിൽ സാറിൻ്റെ ക്ലാസ് ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് ഹെൽപ്ഫുള്ളാണ്.